Hey guys, ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഫേമസ് സ്റ്റോൺ ആർച്ച് ബീച്ചിലോട്ടാണ്. ടേർട്ടിൽ ടോർ. ടേർട്ടിൽ ടോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ബീച്ച് കാണുക എന്ന് മാത്രമല്ലായിരുന്നു, ഞങ്ങൾക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് കട്ടിങ്ങും അതിൻ്റെ എൻജോയ്മെൻറ്റ്സും എല്ലാം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു വരവ്. ഇവിടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഫിയൊക്കെ കുടിക്കാനും കാർ പാർക്കിംഗ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ കൊണ്ടുള്ള ഒരു ആർച്ചാണിത്. ഇത് തന്നെ രൂപപ്പെട്ടതാണ് കേട്ടോ. ആൻഡ് ഇത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ലൈം സ്റ്റോണാൽ ഈ ഒരു സീല് ഇങ്ങനെ ഒരു ആകൃതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സ്റ്റേ ചെയ്യാവുന്ന ഓപ്ഷൻസിൽ പെട്ട ഒന്ന് രണ്ട് കുറേ വീടുകളാണ് നമുക്ക് ആ വീഡിയോയിൽ കാണുന്നത്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്യാരവാൻസ് നമുക്ക് അതുമായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ട്രിപ്പിനെ ലെഷറാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ബീച്ചിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ ഏകദേശം 10-15 മിനിറ്റിന് മേളിലുള്ള ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോകുമ്പം ശരിക്കും ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇച്ചിരി ഒന്ന് അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം സ്റ്റോൺസും ഉണ്ട്, അതുപോലെ തന്നെ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തെറ്റി വീഴാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല സീനറീസും അതുപോലെ തന്നെ നല്ല ഒരു വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും ഫോട്ടോസ് നമുക്ക് എല്ലാ രീതിയിലും നമുക്കിവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചായിരുന്നു. അതുപോലെ തന്നെ ഈ ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്നറിയോ, ഇത് ശരിക്കും ഒരു ഹോഴ്സ് വെള്ളം കുടിക്കുന്നതായിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇത് ഫോട്ടോസിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഫാമിലീസാണ് കേട്ടോ ഇവിടെ വന്നും പോവുകയും ചെയ്യുന്നത്, കുട്ടികളടക്കം. നമുക്ക് സമ്മർ ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമുക്കിവിടെ വന്നൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. എത്ര ആയാലും ഒരു തണുത്ത ഒരു കാറ്റ് ഉണ്ടാവും. ഈ നാച്ചുറൽ ആർച്ച് ഒരുപാട് ലെയർ ഓഫ് ഹാർഡ് ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം അവിടെ ഉള്ള സൈഡുകളിലുള്ള എല്ലാ മൗണ്ടെയ്ൻസും ലൈം സ്റ്റോൺ മൗണ്ടെയ്ൻസുമാണ്. നമുക്ക് ഈ ബീച്ച് കാണാനായിട്ട് താഴെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പ് ഭാഗത്ത് മാത്രമേ ആയിട്ടുള്ളൂ. താഴേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്, വുഡൻ സ്റ്റെപ്സ് ഉണ്ട്. അത് കടന്ന് താഴോട്ട് ചെന്നെങ്കിൽ മാത്രമേ ഒരു 10, 15, 30 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് മേളിൽ നിന്ന് നമ്മുടെ കാർ പാർക്കിങ്ങിൽ നിന്ന് താഴെ ഈ ബീച്ച് വരെ നമുക്കൊന്ന് എന്തായാലും എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഓർത്തത് ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പൂരി നമുക്കത് അവിടെ നിന്ന് ആ വെള്ളത്തിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റില്ലെന്നല്ല, പക്ഷെ എത്ര ആണെങ്കിലും താഴെ നമുക്ക് ഒരുപാട് പെബിൾ സ്റ്റോൺസുകളുണ്ട്. അപ്പോൾ ആ പെബിൾ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ കടകളിൽ കാണുന്ന പോലെയോ വീടുകളിൽ കാണുന്നിട്ടുള്ള പോലത്തെയോ അത്രയും പെർഫെക്ഷനായിട്ടുള്ള പെബിൾസുകളല്ല ആ ഒരു ബീച്ചിലുണ്ടായിരുന്നത്. നമ്മൾ ചെരുപ്പൂരി അവിടെ നിൽക്കുമ്പം നമ്മുടെ കാല് ശരിക്കും കുത്തിക്കൊള്ളുന്ന പോലത്തെ വേദന നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങളധികം അത്രയും അങ്ങോട്ട് ഷൂ ഊരി നിന്നില്ല. ആൻഡ് ഈ താഴോട്ട് കാണുന്ന സ്റ്റെപ്സ് ഇറങ്ങിയാണ് ഞങ്ങൾ പോയത് താഴേക്ക് ബീച്ചിലേക്ക് ചെന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാരവാൻസോ അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻജോയ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ, അതോ അല്ലാതെയും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് ഈ ബീച്ചിൽ വന്നപ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം നമ്മൾ പ്രത്യേകം അവരെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു ലൈഫ് ഗാർഡൊന്നും ഇവിടെ കണ്ടില്ല. ഞങ്ങളപ്പോൾ ഏകദേശം ഈ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആയിരുന്നത് കേട്ടോ. ആൻഡ് ഇത് താഴേക്ക് ഇറങ്ങുന്നത് വുഡൻ സ്റ്റെപ്സ് ഒരുപാടുണ്ട്. ഈ വുഡൻ സ്റ്റെപ്സ് ഇറങ്ങിയാണ് നമ്മളിത് പോകുന്നത്. ഇവർ പിന്നെ ഡേഞ്ചർ എന്നുള്ള സ്ഥലത്ത് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ ഇറങ്ങി നടക്കുമ്പം എത്രത്തോളം സൂക്ഷിച്ച് നടക്കാവോ, കാരണം താഴോട്ട് കുറച്ച് ചെല്ലുമ്പോഴത്തേക്കിന് ഈ ഒരു ചിലപ്പോൾ എന്തെങ്കിലും മഴ പെയ്തതിൻ്റെ ആയിരിക്കും, അതിൻ്റേതായിട്ടുള്ള ചെളിയൊക്കെ അവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഇത് തിരിച്ച് കയറി വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 140 സ്റ്റെപ്സിന് മുകളിൽ എന്തായാലും ഇതിന് ഇതുണ്ട്, സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്. അതെന്തായാലും ഉറപ്പാണ്. ഒരു 100 സ്റ്റെപ്സിന് മുകളിൽ എന്തായാലും കാണും.
ആൻഡ് ഇത് ഒരു സൈഡിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ പിന്നെ ഈ ഒരു മൗണ്ടൈൻ്റെ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. കാരണം ഏകദേശം താഴെ എത്താറായപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പെബിൾസ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ബീച്ചിലെ സാൻഡ് അല്ല ഇത്, ശരിക്കും പെബിൾസ് കല്ലുകൾ. പിന്നെ ഈ പല പല രീതിയിൽ ഇങ്ങനെ കട്ടായി കിടക്കുന്ന കല്ലായതുകൊണ്ട് തന്നെ നമുക്ക് സോക്സും ഇല്ലാതെ നമുക്ക് ഈ ഇതിൽ നമുക്ക് നിൽക്കാൻ എന്തായാലും പറ്റത്തില്ലായിരുന്നു. ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പോയത്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ടായിരുന്നു, ഒരു ഐഡിയ ഇല്ലായിരുന്നു അച്ചാച്ചന്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇത് കേക്ക് കട്ടിയപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും ഒരു വർഷത്തിലൊന്ന് ഒരു സർപ്രൈസ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൊരു സന്തോഷമായിട്ടുള്ളൊരു ദിവസം ഇങ്ങനെയുള്ള ഒരു വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ബീച്ചിൽ വെച്ച് തന്നെ ആഘോഷിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിനകത്ത് ഞങ്ങളെല്ലാം ബ്ലെസ്ഡാണ്. ആൻഡ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണിത്. ആൻഡ് ഒരുപാട് ആൾക്കാർ വന്നും പോയും ഒക്കെ എല്ലാവരും ഈ ഒരു ബീച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം ജാക്കറ്റൊക്കെ ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ. പക്ഷേ സമ്മർ ടൈം ആയിരിക്കും ദ ബെസ്റ്റ് ടൈം വന്ന് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട്. ആൻഡ് ഞങ്ങളങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ആൻഡ് ഞങ്ങളിവിടുന്ന് ഭയങ്കര 2 കാറിലായിട്ടായിരുന്നു പോയത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലായിരുന്നു ഈ കേക്ക് ഒക്കെ ഇത് ചെയ്തത്. ആൻഡ് ഞങ്ങൾ ഫുഡാണെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളിത് ഇവിടുന്ന് അച്ഛനെ പറ്റിച്ച് ഞങ്ങൾ കേക്ക് ഇവിടെ വരെ എത്തിച്ചത് കേട്ടോ. ആൻഡ് പിള്ളേരായാലും ഒത്തിരി എൻജോയ് ചെയ്യും ഇവിടെ വന്ന്. പക്ഷേ ഞാൻ നേരത്തെ വീഡിയോയുടെ ഫസ്റ്റ് പറയുന്ന പോലെ തന്നെ സേഫ് ഗാർഡും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ടുപോകുന്നവർ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇവിടെ അത് മാത്രമല്ല വിൻ്റർ ടൈം ആയതുകൊണ്ട് നമുക്ക് ജാക്കറ്റ് ഇട്ടാൽ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, ബീച്ചിൽ പോയി നിൽക്കാൻ പറ്റില്ല. കാരണം നല്ല തണുത്ത കാറ്റായിരുന്നു. വെയിലുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അത് UK ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. വെയിൽ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. ആൻഡ് നിങ്ങൾ ഇത് കണ്ടോ, ശരിക്കും ഒരു ഹോഴ്സ് വെള്ളം കുടിക്കുന്ന പോലത്തെ ഒരു ലുക്കാണ് ഇതിന് ഈ ഒരു ടർട്ടിൽ ടോറിൻ്റെ ഈ ഒരു ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ അവസാനം കാലിൽ സോക്സ് ഇടേണ്ട അവസ്ഥ വന്നു. കാരണം അതുപോലെ എന്താ പറയുക, തണുപ്പും കാലിന് നല്ല വേദനയുമായിരുന്നു. പിന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് എന്നല്ല, ഒരു സെക്കൻഡ് പോലും നമുക്ക് ഈ വെള്ളത്തിലൊന്ന് കുറച്ച് നേരം പോലും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അത്ര നമ്മളൊരു ഐസ് വെള്ളത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് പോലും നമുക്ക് ഈ വെള്ളത്തിനകത്ത് നമുക്ക് കാല് ചവിട്ടി നിൽക്കാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഇവിടെ ഞങ്ങൾ പിന്നെ ഇവരുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. ഞാൻ ഈ ഫോട്ടോ എടുക്കാനായിട്ട് മാത്രം നിന്നേ ഉള്ളൂ, അത്ര തണുപ്പായിരുന്നു. നമുക്ക് ഒത്തിരി നേരം ഒന്നും അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ചിലപ്പം വിൻ്റർ ടൈം ആയതുകൊണ്ടായിരിക്കാം, ഇവിടെ വിൻ്റർ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ബോട്ടിംഗ് സർവീസുകളും കാര്യങ്ങളും ഒന്നും നമുക്കിവിടെ ഇല്ല, അത് വേറൊരു കാര്യം. ആൻഡ് ഞങ്ങൾ തിരിച്ച് പിന്നെ കയറി പോകുക എന്ന് പറയുന്നതായിരുന്നു ഒരു ഭയങ്കര വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഞങ്ങളത് തിരിച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരുവത്തിലാണ്, ഹാഫ് വേ മാത്രമേ ഇത് എത്തിയിട്ടുള്ളൂ. ആൻഡ് ഇവിടെ കയറി പോകുമ്പോൾ ഒത്തിരി സൂക്ഷിച്ച് പോകണം. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ മറിഞ്ഞ് നമ്മൾ ഏറ്റവും താഴെ അങ്ങ് ചെല്ലും. ആൻഡ് ഞങ്ങൾ തിരിച്ച് കയറി പോവുകയാണ്, ഇതൊന്നും എത്തിയിട്ടില്ല. ആൻഡ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നു പോകുന്നിടത്ത് ഇതുപോലെ കല്ലുകളുണ്ടായിരുന്നു കേട്ടോ, റെസ്റ്റൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്, കുറച്ച് ടീമുകൾ അവിടെ താഴെ ഇരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് എന്തായാലും ഇവിടെ വന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ബീച്ചിൽ വന്ന് ഞങ്ങൾക്കും എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ സാധിച്ചതിന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും ഈ വീഡിയോ തോന്നി. അപ്പം നിങ്ങളും ഇതുപോലെ ഈ ബീച്ചിൽ വരുന്നുണ്ടെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും. സോ എനിവേസ്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.